ഇനി പത്തനംതിട്ടയിലേക്കാണ് പോകേണ്ടത്. അവിടെ കലഞ്ഞൂരിൽ റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധവുമായി എത്തുകയാണ് നാട്ടുകാർ. 7ഓളം സ്കൂൾ ബസ്സുകൾ സർവീസ് നടത്തുന്ന റോഡാണ് വലിയ രീതിയിൽ തകർന്നു കിടക്കുന്നത്. 5 കിലോമീറ്റർ ടാർ ചെയ്യേണ്ട പദ്ധതിയിൽ 750 മീറ്റർ മെറ്റൽ ഇളക്കിയിട്ടതോടെ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോകളും സ്ഥിരമായി അപകടത്തിൽപ്പെടുകയുമാണ്. പൊടിശല്യം മൂലം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രവീൺ പുരുഷോത്തമൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പത്തനംതിട്ട, കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയിലാണ് ഞാൻ നിൽക്കുന്നത്. കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അതിരുങ്കൽ മാങ്കോട് റോഡ്. ഈ റോഡിൻ്റെ 5 കിലോമീറ്റർ ദൂരമാണ് യഥാർത്ഥത്തിൽ ടാർ ചെയ്യേണ്ടത്. പക്ഷേ 750 മീറ്റർ ദൂരത്തിൽ ഇതുപോലെ മെറ്റൽ ഇളക്കി ഇട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് പ്രദേശവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പൊടിശല്യമുണ്ട്. ജനങ്ങളുടെ ആവശ്യം ഇവിടെ ഇപ്പോൾ ഈ സഞ്ചാരയോഗ്യമല്ലാതെ ഈ റോഡിൻ്റെ 750 മീറ്റർ ഇങ്ങനെ ഇട്ടിട്ടാണ് ആ കോൺട്രാക്ടർ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് 2020-21 തുടങ്ങിയ ഒരു വർക്കാണ്. ഇത്രയും കാലത്തിനുള്ളിൽ ഇതുവരെ പൂർത്തീകരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ജനപ്രതിനിധികളായതിനു ശേഷം, അതായത് ഒരു 4 മാസങ്ങൾക്ക് മുൻപ് തന്നെയാണ് ജനപ്രതിനിധിയായതിനു ശേഷം ഇതിൻ്റെ ഗ്രാമസഭാ തീരുമാനം വരെ നമ്മൾ കളക്ടറെ അറിയിച്ചിട്ട്, അപ്പോൾ ഇത് മെറ്റിലെല്ലാം കൊണ്ടുവന്ന് മണ്ണ് ഇവിടെ കൂന കൂട്ടിയിട്ടിരിക്കുമായിരുന്നു. അത് അതിലും ഒരു അപകടാവസ്ഥയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് 15 മുമ്പ് തീർത്തു തരാമെന്നുള്ള കളക്ടറോടും സഡക്ക് എഞ്ചിനീയറും എല്ലാവരും നമുക്ക് ഉറപ്പ് തന്നിരുന്നിരുന്നു. അപ്പോൾ അതിനുശേഷം പണി തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ കോൺട്രാക്ടർ പറയുന്നത് ഇപ്പോൾ യുദ്ധമൊക്കെ തുടങ്ങിയത് കാരണം നമുക്ക് ടാർ കിട്ടുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ടാറിന് കൊടുത്തിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇവിടെ അപകടങ്ങളും ഭയങ്കര പ്രശ്നങ്ങളുമാണ്. അത് പരിഹരിക്കുന്നതിലേക്ക് നമുക്ക് പോകാൻ. ഇതിപ്പോൾ യാത്രക്കാർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണ്? ഇപ്പോൾ നമുക്ക് കാണാം, ഇരുചക്ര വാഹനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി പോകുന്നത്. യാത്രക്കാരെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ റോഡിൽ കൂടെ ഞങ്ങൾക്ക് വരാനൊക്കത്തൊരു സാഹചര്യമാണ്. ഒരു ഓട്ടോ വരാനൊക്കത്തില്ല, ഒരു ബൈക്ക് വരാനൊക്കത്തില്ല. എത്ര ദൂരം എങ്ങനെ കിടക്കുന്നുണ്ട് റോഡ് മെറ്റൽ? 2.5 കിലോമീറ്ററോളം. അത് നല്ല റോഡായിട്ട് കിടത്താണ്. അത് പിന്നെ ഇപ്പോൾ കുത്തിപ്പൊട്ടിച്ച് ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കി. എന്നാലും അതിന് ഭയങ്കര പാടായിരുന്നു. എത്രത്തോളം ഞാൻ തന്നെ വീണിട്ടുണ്ടെന്ന് അറിയാമോ? കരാറുകാരൻ പറയുന്നത് നമ്മളെ നിരന്തരം പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തുടർന്ന് പോകാൻ പറ്റത്തില്ല, ഇതിന് ഒരു തീരുമാനം ഉണ്ടാകണം. അപ്പോൾ ഈ പ്രദേശവാസികൾ ഈ വനമേഖലയൊക്കെ ആയതുകൊണ്ട് അയാൾ റെബറൈസ് റോഡാണ്. റെബറൈസ് റോഡ് ചെയ്യേണ്ട റോഡ് ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. അതിന് ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യേണ്ട. അതായത് നമ്മളെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്, ടാർ കിട്ടാനില്ല. എന്നാൽ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ റോഡ് മെയിൻ്റനൻസ് ടാറിങ്ങിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മാത്രമേ ടാർ കിട്ടാൻ. പൊടിശല്യം മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ അപകടങ്ങളും ഈ മെറ്റൽ ഇങ്ങനെ ഇളക്കിയിട്ടിരിക്കുന്ന റോഡിൽ സ്ഥിരമായി സംഭവിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം റോഡിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ഒപ്പം തന്നെ ജനപ്രതിനിധികളുടെയും ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.